ക്ഷേമ പെൻഷൻ മുടങ്ങിയതിൽ പ്രതിഷേധിച്ച് യാചനാ സമരം നടത്തിയ മറിയക്കുട്ടിക്കായി നിർമ്മിച്ച വീടിന്റെ താക്കോൽ ദാനം KPCC പ്രസിഡന്റ് കെ സുധാകരൻ നാളെ നിർവഹിക്കുമെന്ന് കോൺഗ്രസ് അടിമാലി ബ്ലോക്ക് കമ്മിറ്റി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നാളെ ഉച്ചയ്ക്ക് ശേഷമാണ് താക്കോൽ ദാനം നടക്കുക. 12 ലക്ഷം രൂപ മുടക്കിയാണ് വീടിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളതെന്നും നേതാക്കൾ വ്യക്തമാക്കി. ക്ഷേമ പെൻഷൻ മുടങ്ങിയതിൽ പ്രതിഷേധിച്ച് അടിമാലിയിൽ യാചനാ സമരത്തിനിറങ്ങിയ മറിയക്കുട്ടിക്കായി KPCCയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ നിർമ്മാണ ജോലികൾ പൂർത്തീകരിച്ചതായി കോൺഗ്രസ് അടിമാലി ബ്ലോക്ക് കമ്മിറ്റി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 12 ലക്ഷം രൂപ മുടക്കിയാണ് നിർമ്മാണ ജോലികൾ പൂർത്തീകരിച്ചിട്ടുള്ളത്. മറിയക്കുട്ടിക്കായി നിർമ്മിച്ച വീടിന്റെ താക്കോൽ ദാനം നാളെ KPCC പ്രസിഡന്റ് കെ സുധാകരൻ നിർവഹിക്കുമെന്നും കോൺഗ്രസ് അടിമാലി ബ്ലോക്ക് പ്രസിഡന്റ് ബാബു പി കുര്യാക്കോസ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഫെബ്രുവരിയിൽ ഇതിന്റെ പണി തുടങ്ങി. ഈ 12-ാം തീയതി അതിന്റെ ഉദ്ഘാടനം നിശ്ചയിച്ചിരിക്കുക. ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റ് ഇവരുടെ ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും വീടുമായി ബന്ധപ്പെട്ട് ഉണ്ടായതുകൊണ്ട് മാത്രമാണ് അങ്ങനെ അനൗൺസ്മെന്റ് നടത്തിയത്. ഇപ്പോൾ 12 ലക്ഷം രൂപ മുടക്കിയുള്ള വീട് നല്ലൊരു വീടാണ്. നിങ്ങളെല്ലാവരും പോയി കണ്ടു കാണുമ്പോൾ ഉദ്ദേശിക്കില്ല. നല്ലൊരു വീടാണ് ചേച്ചിക്ക് പണിത് കൊടുക്കുന്നത്. ഉണ്ടായിരുന്ന പഴയ വീട് പൊളിച്ചു നീക്കിയാണ് അടിമാലി 200 ഏക്കറിൽ പുതിയ വീട് നിർമ്മിച്ചു നൽകിയിട്ടുള്ളത്. KPCC നൽകിയ തുകയ്ക്ക് പുറമെ കോൺഗ്രസ് അടിമാലി ബ്ലോക്ക് കമ്മിറ്റി ബാക്കി തുക കണ്ടെത്തിയാണ് വീടിന്റെ നിർമ്മാണ ജോലികൾ പൂർത്തീകരിച്ച് നൽകിയിട്ടുള്ളത്. ചടങ്ങിൽ ജില്ലയിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ പങ്കെടുക്കും. ന്യൂസ് ബ്യൂറോ, അടിമാലി.